ഷെക്കേന ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത് തുർക്കിയുടെ മണ്ണിലാണ്. തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഇസ്താംബൂളിൻ്റെ നഗരഹൃദയത്തിലാണ് ഇപ്പോൾ ഷെക്കേന ന്യൂസ് ആയിരിക്കുന്നത്. തുർക്കിയുടെ മണ്ണ് ഈ ദിവസങ്ങളിൽ വളരെ ചരിത്ര പ്രാധാന്യമേറിയിട്ടുള്ള നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ലെയോ 14 മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ അപ്പസ്തോലിക യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തുർക്കിയാണ്. തുർക്കിയുടെ മണ്ണിലേക്ക് ലെയോ 14 മാർപ്പാപ്പ ഇന്ന് റോമിലെ പ്രാദേശിക സമയം രാവിലെ 7:30 തുർക്കി സന്ദർശനത്തിനായിട്ട്, തുർക്കി ലെബനോൻ സന്ദർശനത്തിനായിട്ട് യാത്ര തിരിച്ചു. അദ്ദേഹം തുർക്കി പ്രാദേശിക സമയം ഉച്ചയോടുകൂടി തന്നെ തുർക്കി തലസ്ഥാനമായ അങ്കാരയിൽ എത്തിച്ചേരും. തീർച്ചയായും തുർക്കി നമുക്ക് അറിയാവുന്നതുപോലെ ക്രൈസ്തവ ചരിത്രത്തിൻ്റെ പൈതൃകം ഉറങ്ങുന്ന ഒരു മണ്ണാണ് തുർക്കി. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും സംഗമഭൂമിയായിട്ടുള്ള തുർക്കി. ആദിമ സഭാ പിതാക്കന്മാർ ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ച തുർക്കി. വിശുദ്ധ പൗലോസ്ലീഹായുടെ ജന്മനാടായിട്ടുള്ള തുർക്കി. ഒപ്പം തന്നെ ഈശോയുടെ അരുമശിഷ്യനായിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ്റെയും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെയും പാദസ്പർശമേറ്റ തുർക്കി. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം തുർക്കി. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവർ വളരെ വലിയ രീതിയിൽ പ്രൗഢഗംഭീരമായിട്ട് തങ്ങളുടെ വിശ്വാസം ആഘോഷിച്ച ഒരു നാട് കൂടിയാണ് തുർക്കി. വലിയ തോതിലുള്ള ഒരു സഭാ സമൂഹങ്ങൾ ഇവിടെ തുർക്കിയുടെ മണ്ണിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തുർക്കിയുടെ ജനസംഖ്യയുടെ ഏകദേശം 0.2% മാത്രമാണ് ഇന്ന് ക്രൈസ്തവ ആ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത്. ആ മണ്ണിലേക്കാണ് ലെയോ 14 മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ അപ്പസ്തോലിക യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നത്. തീർച്ചയായിട്ടും എക്യുമെനിസത്തിൻ്റെ വലിയൊരു ആഘോഷം തന്നെയായിരിക്കും ഈ ദിവസങ്ങളിൽ തുർക്കിയുടെ മണ്ണിൽ നടക്കാൻ പോകുന്നത്. നവംബർ 27 മുതൽ നവംബർ 30 വരെയാണ് ലെയോ 14 മാർപ്പാപ്പയുടെ തുർക്കി സന്ദർശനം നീണ്ടു നിൽക്കുന്നത്. വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം എന്നതാണ് പാപ്പയുടെ തുർക്കി സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്. പാപ്പയുടെ തുർക്കി സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാന ശില പാകിയ ആ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ആ തീരുമാനങ്ങളെടുത്ത നിക്യ സുനോദോസ്, AD 325 നടന്ന നിക്യ സുനോദോസിൻ്റെ 1700 വാർഷിക ആഘോഷങ്ങളിൽ, ആ എക്യുമെനിക്കൽ വാർഷിക ആഘോഷങ്ങളിൽ പങ്കുചേരാൻ കൂടി വേണ്ടിയാണ് ലെയോ 14 മാർപ്പാപ്പ തുർക്കിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഓർത്തഡോക്സ് സഭ തലവനായിട്ടുള്ള പാത്രിയാർക്കീസ് ബർത്തലോമയോ ഒന്നാമനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ സന്ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. ലെയോ 14 മാർപ്പാപ്പയും പാത്രിയാർക്കീസ് ബർത്തലോമയോ ഒന്നാമനും നിക്യ സുനോദോസ് നടന്ന ഇപ്പോഴത്തെ ഇസ്നിക് എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന സെൻറ്റ് നിയോഫിറ്റസിൻ്റെ ബസിലിക്കയുടെ അവശേഷിപ്പുകളിലേക്ക് അവിടെ എക്യുമെനിക്കൽ പ്രാർത്ഥന നടത്തും. ഏകദേശം 20ഓളം വരുന്ന ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായി അവരോടൊത്ത് ലെയോ 14 മാർപ്പാപ്പ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അതുതന്നെയാണ് ഈ ഒരു സന്ദർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇന്ന് ഇവിടുത്തെ പ്രാദേശിക സമയം ഉച്ചയോടുകൂടിയായിരിക്കും പാപ്പ തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള അങ്കാരയിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എത്തുന്ന പാപ്പയ്ക്ക് വിമാനത്താവളത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ഒരുക്കും. അതിനുശേഷം പാപ്പയുടെ സന്ദർശനം ഏറ്റവും ആദ്യത്തെ ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആധുനിക തുർക്കിയുടെ സ്ഥാപകനായിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ സ്ഥാപകനായിട്ടുള്ള ആ തുർക്കിയുടെ ഏറ്റവും ആദ്യത്തെ പ്രസിഡൻ്റായിട്ടുള്ള മുസ്തഫ കമാൽ അതാതുർക്കിൻ്റെ ആ ഭൗതിക ദേഹം അടക്കിയിരിക്കുന്ന ആ മൗസോളിയം പാപ്പ സന്ദർശിക്കും, അവിടെ ആദരവ് അർപ്പിക്കും. അതിനുശേഷം തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗനുമായിട്ട് പാപ്പ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി, ഇന്ന് ഒരു രാത്രിയോടുകൂടി തന്നെ അങ്കാറയിൽ നിന്നും ഇസ്താംബൂളിലേക്ക് മാർപ്പാപ്പ എത്തിച്ചേരും. നാളെ മറ്റന്നാളും ഒപ്പം 28, 29, 30 തീയതികളിൽ പാപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. നാളത്തെ പ്രധാനപ്പെട്ട സന്ദർശന പദ്ധതികൾ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിൽ മാർപ്പാപ്പ സന്ദർശിക്കും. ഇസ്താംബൂളിലെ ഹോളി സ്പിരിറ്റ് കത്തീഡ്രൽ സന്ദർശിക്കും. അതിനുശേഷം ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പുവർ, ആ കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ആ നേഴ്സിംഗ് ഹോം പാപ്പ സന്ദർശിക്കും. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്നിക്കിലേക്ക് മാർപ്പാപ്പ യാത്രയാകുന്നത്. അവിടെ നിക്യ സുനോദോസുമായി ബന്ധപ്പെട്ട എക്യുമെനിക്കൽ ആഘോഷങ്ങളിൽ പങ്കുചേരും. പിന്നീട് ഇവിടുത്തെ അപ്പസ്തോലിക് ഡെലിഗേഷനുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് കൂടിക്കാഴ്ച മാർപ്പാപ്പ നടത്തും. നവംബർ 29 തുർക്കിയിലെ ബ്ലൂ മോസ്ക് മാർപ്പാപ്പ സന്ദർശിക്കും. അതിനുശേഷം സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ എക്യുമെനിക്കൽ പ്രാർത്ഥനകളിൽ മാർപ്പാപ്പ പങ്കുചേരും. പാത്രിയാർക്കീസ് ബർത്തലോമയോ ഒന്നാമനുമായി കൂടിക്കാഴ്ച നടത്തും.
29-ാം തീയതി ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇസ്താംബൂളിലെ വോക്സ്വാഗൺ അരീനയിൽ മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. നവംബർ 30-ാം തീയതി വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമാണ്. അന്നേ ദിനം അർമേനിയൻ കത്തീഡ്രൽ മാർപ്പാപ്പ സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ സന്ദർശന വേളയിൽ തന്നെ മോർ ഓഫ് ഫ്രെയിം ആ ഒരു ദേവാലയം കൂടി മാർപ്പാപ്പ സന്ദർശിക്കുന്നതാണ്. പിന്നീട് ഉച്ചയോടുകൂടി പാത്രിയർക്കീസ് ബർത്തലോമയോ ഒന്നാമനുമായി മാർപ്പാപ്പ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ചേർന്ന് ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ്റെ പ്രസ് ഡയറക്ടർ മത്തേയോ ബ്രൂണി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. മാർപ്പാപ്പയുടെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡിമാൻഡിങ് ജേർണി ഇൻ ടു 2 സിഗ്നിഫിക്കൻറ്റ് കൺട്രീസ് എന്നാണ് അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ യാത്രയെ വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ വളരെ ചെറിയൊരു ക്രൈസ്തവ സമൂഹം മാത്രമാണുള്ളത്. ആ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വിശ്വാസി സമൂഹത്തിന് ആത്മീയമായിട്ടുള്ള ഊർജ്ജം പകരുക എന്ന ലക്ഷ്യം കൂടി മാർപ്പാപ്പയ്ക്കുണ്ട്. ഒപ്പം തന്നെ സമാധാനം, ഐക്യം, പ്രതീക്ഷ എന്നീ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർപ്പാപ്പ തുർക്കിയും ലെബനോനും സന്ദർശിക്കുന്നത്. മാർപ്പാപ്പയോടൊപ്പം കർദിനാൾ ജോർജ് ജേക്കബ് കോക്കാട്, ഒപ്പം തന്നെ കർദിനാൾ കുർത്ത് കോച്ച്, ഒപ്പം തന്നെ പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ തലവൻ കർദിനാൾ ഗുജ്റോത്തി, ഈ 3 കാർഡിനൽസും മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയെ അനുയാത്ര ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടി തന്നെ മാർപ്പാപ്പയുടെ ഈ യാത്രയെ നമുക്ക് നോക്കിക്കാണാം. ഷെക്കേന ന്യൂസ് ഈ ഒരു യാത്രയുടെ തുടുപ്പുകൾ എത്രയും വേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. മാർപ്പാപ്പയോടൊപ്പം തന്നെ ഷെക്കേന ന്യൂസും യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോട് കൂടി തന്നെ തുർക്കിയിലേക്കും ലെബനോനിലേക്കും മാർപ്പാപ്പ നടത്തുന്ന യാത്രയെ നമുക്ക് നോക്കിക്കാണാം. തുർക്കിയുടെ മണ്ണിൽ നിന്നും ഷെക്കേന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.